ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല നിമിഷങ്ങളോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെന്നും ഹാർവസ്റ്റ് TV കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം ഫെയ്ത്ത് വോയിസ് എന്നുള്ള ദൈവശബ്ദം നിങ്ങളുടെ സ്വീകരണ റൂമിൽ വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങളും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവിധങ്ങളായ പ്രതികൂലങ്ങളുടെ നടുവിൽ നാം അനുദിനമജ്യമായ ജീവിതം നയിച്ചു കൂട്ടുന്നു. എന്നാൽ നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് ഏതൊരു ദൈവഭക്തന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെ ജീവിതാനുഭവങ്ങൾ ശക്തി പകരുന്നത്. അങ്ങനെയെങ്കിൽ ഈ സായം സന്ധ്യാസമയത്തോടനുബന്ധമായ ഈ നിമിഷം ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനവുമായി ദൈവിക ശക്തിയായി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവത്തിന്റെ വചനം ഏതൊരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല ശക്തി കേന്ദ്രമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ചില അഭിഷക്തന്മാരെ മുൻകണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ധാരാളമായ പ്രതികൂലങ്ങളിലൂടെ കടന്നു വന്നൊരു ദിവസമായിരുന്നു ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നിട്ട മണിക്കൂറുകൾ അസഹനീയമായ വേദനയുടെ നിമിഷങ്ങളായി ഒരുപക്ഷെ കഴിഞ്ഞുകൂട്ടിയ അനുഭവങ്ങളായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ഈ സായം സന്ധ്യാസമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തിനില്ലാത്തൊരു ദൈവശക്തിയാൽ നിങ്ങളെ നിറയപ്പെടാൻ പോകുന്നു. പ്രതീക്ഷയും വിശ്വാസത്തോടെ നിങ്ങൾ സ്വീകരണ മുറിയിലായിരിക്കുക. ദൈവാത്മാവ് ഇന്ന് പകൽ നമ്മോട് ഇടപെടുവാൻ ഇടയാകട്ടെ. ജീവിതത്തിന്റെ അകത്തലങ്ങളിൽ പ്രശ്നമില്ലാത്ത വ്യക്തികളില്ല. ഒന്നു മാറി വിധങ്ങൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനങ്ങളാണ്, വ്യക്തികളാണ് നാം ആയിരിക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്ത പ്രശ്നങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വ്യക്തികൾക്ക് കടഭാരമുണ്ടായേക്കാം, ഒരുപക്ഷെ രോഗത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായേക്കാം, ഒരുപക്ഷെ തലമുറകളെ ചുറ്റി ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കൾ എന്നെ ശ്രമിക്കാം. അതേ വിവിധങ്ങളായ അനുഭവങ്ങൾ ഭാരം അനുഭവിക്കുന്നവർ ഈ സായം സന്ധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന പ്രകാരമാ എല്ലാ പ്രതികൂലങ്ങളുടെ മീതെ ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. ഇതാ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വളരെയധികം ശാരീരികവും മാനസികവുമായി തളർന്നവനെ പോലെ ആയിരുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥനമാ 55-ാം സങ്കീർത്തനത്തിൽ നാം കാണപ്പെടുവാനിടയാകുന്നത്. സങ്കീർത്തനങ്ങൾ ഏതൊരു ക്രിസ്തുഭക്തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ വെളിപ്പെടുത്തുകയും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ പ്രകീർത്തിക്കുന്നതാകുന്നു സങ്കീർത്തനങ്ങൾ. അങ്ങനെയെങ്കിൽ തന്റെ ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രാരംഭ തലങ്ങൾ ഒരു വനാന്തരത്തിന്റെ അകത്തലങ്ങൾ തന്നെ ആയിരുന്നെങ്കിലും എന്തെന്നില്ലാത്ത അസാധാരണമായ ഒരു ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി തന്റെ മേൽ പകർന്നപ്പോ സാധാരണ വ്യക്തിയായ ദാവീദ് അസാധാരണ വ്യക്തിത്വമായി മാറി. ഇന്ന് പകൽ ഈ സായസന്ധ്യാ സമയത്ത് എന്നെ ശ്രവിക്കുന്ന ചില വ്യക്തിത്വങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം, ജനമറിയപ്പെടാത്ത വ്യക്തിയായിരിക്കാം, പക്ഷേ അസാധാരണമായ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം ചൊരിയാൻ പോകുന്നു. അസാധാരണമായ ഒരു നിയോഗം നിങ്ങളുടെ മേലുണ്ട്. പക്ഷേ ഈ നിയോഗത്തിലേക്ക് എത്തപ്പെടുന്ന തടസ്സമായി നിൽക്കുന്ന ചില പ്രതിബന്ധങ്ങൾ നിങ്ങൾ അനുഭവിക്കുക ഇപ്പോൾ തന്നെ. പക്ഷേ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇതിന്റെ അപ്പുറത്ത് ഒരു ശുഭതയുടെ തീരം നിങ്ങൾക്കുണ്ട്. ഇതിന്റെ അപ്പുറത്ത് ശുഭതയുടെ അനുഭവം ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി കാതോർക്കുവാൻ ദൈവം അവസരം നൽകട്ടെ. ഇവിടെ ഇതാ 55-ാം സങ്കീർത്തനം ദാവീദിന്റെ ജീവിതാനുഭവങ്ങളോട് എടുത്തു കാട്ടിയ പറയപ്പെടുന്ന സങ്കീർത്തനമാ 55-ാം സങ്കീർത്തനം. അതിന്റെ പ്രാരംഭത്തിൽ തന്നെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുക, ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമെന്ന്. ദാവീദ് ഇത് എഴുതുവാനുള്ള കാരണങ്ങൾ പലതാണ്. തന്റെ മകനായ അബ്ശാലോം തനിക്കെതിരായിരിക്കുന്ന അനുഭവങ്ങൾ, അതുമാത്രമല്ല താൻ സ്നേഹിച്ചത് തന്റെ ഗൃഹത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ തനിക്ക് പ്രതികൂലം ആഞ്ഞടിച്ച അനുഭവങ്ങൾ, ശൗലിന്റെ ഗൃഹത്തിൽ നിന്ന് തനിക്ക് പ്രതികൂലം ആഞ്ഞടിച്ച അനുഭവങ്ങൾ, താൻ വിശ്വസ്തനെന്ന് എണ്ണിയ വ്യക്തികൾ പോലും തനിക്കെതിരായി കുരികാൽ ഉയർത്തിയ അനുഭവങ്ങൾ, ഈ വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ നടുവിൽ താൻ ആയിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ എങ്ങനെ ഇത് മറികടക്കണമെന്ന് ചിന്തിക്കുന്ന നടുവിൽ തന്നെ ആശ്വസിപ്പിച്ച ഒരു ദൈവത്തിന്റെ വചനമാ 55-ാം സങ്കീർത്തനം. 55-ാം സങ്കീർത്തനം നാം വായിക്കുന്ന പ്രാരംഭ തലത്തിൽ ശ്രദ്ധിക്കണമേ, ചില നിരാശയുടെ വാക്കുകളാണ് താൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, ദൈവത്തോട് താൻ നിലവിളിക്കുക, ദൈവമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കതേ, എനിക്ക് ചെവി തന്ന് ഉത്തരം അറിയണമേ. ശത്രുവിന്റെ ആർവ നിമിത്തം ദുഷ്ടന്റെ പീഡ നിമിത്തം ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എന്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതി എന്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഇതാ ഈ സങ്കീർത്തനത്തിന്റെ പ്രാരംഭ അനുഭവം നാം ശ്രദ്ധിക്കുമ്പോൾ വളരെ വേദനകരമായ അനുഭവങ്ങൾ, തന്റെ പ്രാണൻ പോലും അതേ വിറയിൽ പിടിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, മരണഭീതി തന്നെ മുറുകെ പിടിക്കുന്ന അനുഭവങ്ങൾ, അതുമാത്രമല്ല താൻ വളരെയും ഭയത്താലും വിറയാലും പരിഭ്രമം തന്നെ മൂടിയ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളുടെ നടുവിൽ ഞാൻ ആയിരിക്കുമ്പോൾ നാമൊക്കെ ചിന്തിക്കുന്ന പോലെ, നാമൊക്കെ വിചാരപ്പെടുന്ന പോലെ ഈ സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് ഒന്ന് പോകാം, ഇതിൽ നിന്ന് എങ്ങനെങ്കിലും പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് ഓടി ഒളിക്കാം
എന്ന് നാം ചിന്തിക്കാറുണ്ട്. ഇതേപോലെ ദാവീദ് ചിന്തിച്ചു പോയി. ഈ അനുഭവം തന്റെ ജീവിതത്തിനെതിരെ കടന്നു വന്നപ്പോൾ, അബ്ശാലോം തനിക്കെതിരെ കടന്നു വന്നപ്പോൾ താൻ പറയുക, അതിന് 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രശ്നങ്ങളുടെ നടുവിൽ താൻ ഓടി ഒളിക്കുവാൻ, പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് മാറിപ്പോകുവാൻ, പ്രശ്നങ്ങളെ എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിയോഗമുള്ള അഭിഷക്തന്മാർ, ദൈവത്തിന്റെ അഭിഷേകം വീണ ദാവീദ് ഓടി ഒളിക്കുവാൻ ആഗ്രഹിക്കുക. ഒരു ആത്മീയ ദൂത് എന്നെ ശ്രവിക്കുന്ന മാന്യ പ്രേക്ഷകരോട് ദൈവാത്മാവ് സംസാരിക്കട്ടെ. നിങ്ങൾ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവഭക്തനെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഓടി ഒളിക്കുവാനല്ല, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ. കഴിഞ്ഞ ചില എപ്പിസോഡിൽ ദൈവത്തിന്റെ ദാസൻ സംസാരിച്ച പോലെ വിശ്വാസത്തിന്റെ നായകരും പൂർത്തിവരുത്തനുമായ യേശു നിങ്ങളെ പൂർത്തീകരിപ്പാൻ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളോട് കൂടെയുണ്ട്. ഇവിടെ ഇതാ ഏതൊരു ജഡവാസം ശരീരത്തിലായിരിക്കുന്ന ഏത് വ്യക്തിയും ആ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് ദാവീദും ചിന്തിച്ചു പോയത്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഒന്ന് ഓടി ഒളിക്കാം, പ്രാവിനൊരു ചിറകുള്ളത് പോലെ മരുഭൂമി ചെന്ന് പാർക്കാം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ഓടി ഒളിക്കുവാൻ. എന്നാൽ വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ദൈവം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഏത് പ്രതിസന്ധികൾ ആയിരിക്കുന്നുവോ അതേ വിഷയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിജയം ഘോഷിപ്പാൻ ദൈവം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണമേ, പ്രതികൂലങ്ങളുടെ സമുദ്രത്തിന്റെ നടുവിൽ, തിരമാലയുടെ നടുവിലൂടെ പത്രോസ് യാത്ര ചെയ്യുക. യേശുവിനെ കണ്ടുകൊണ്ട് പടകിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അതാ ഓരോ തിരകളെ തള്ളിത്തള്ളി താൻ മുമ്പോട്ട് പോകുമ്പോൾ അല്പചില നിമിഷം യേശുവിനെ കണ്ണു മാറി താൻ തിരമാലയിലേക്ക് കണ്ണുപതിപ്പാൻ ഇടയായി തീർന്നു. യേശുവിൽ എപ്പോൾ തൻ വിശ്വാസം അർപ്പിച്ചോ അപ്പോൾ തനിക്ക് തിരമാലയുടെ മുകളിലൂടെ നടക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ താൻ എവിടെ ഭാരപ്പെട്ട് സമുദ്രത്തിന് മുങ്ങിത്താർന്ന ഏതേ സമുദ്രത്തിന്റെ നടുവിൽ യേശു തമ്പുരാൻ കരം കൊണ്ട് അവനെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ അവനെ നിർത്തുമാറാക്കി. ഇന്ന് പകൽ എന്നെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാവേ, പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെടുവാനല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ, തിരമാലകളുടെ നടുവിൽ നിന്നെ നടത്തുമാറാക്കുന്ന ഒരു ദൈവശക്തി, ഒരു അഭിഷേകത്തിന്റെ നിയോഗം നിന്നെ മേൽ ദൈവം ഇന്ന് പകർന്നിരിക്കുക. ഇന്ന് പകൽ എന്നെ ശ്രമിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രകാരം പറയുക, ഈ കുടുംബത്തിൽ നിന്ന്, ഈ കുടുംബ ബന്ധത്തിൽ നിന്ന്, ഈ ഗ്രഹത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഓടി ഒളിച്ചാൽ മതി എന്ന്, എങ്ങനെങ്കിലും എവിടെയെങ്കിലും പോയി പാർത്താമെന്ന്, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ എന്നെ ഇപ്പോൾ ഇതാ ശ്രമിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, പ്രശ്നങ്ങളെ വിട്ട് നിങ്ങൾ ഓടുകയല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ വിജയം വരിക്കുന്ന ക്രിസ്തുവുമായി നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിൽ സകലത്തെയും പൂർത്തീകരിക്കുന്ന ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. ഇവിടെ ഇതാ ദാവീദും ആഗ്രഹിക്കുക താൻ ഇന്ന് ഓടി ഒളിക്കുക. അനേക ദൈവഭക്തന്മാരുടെ ജീവിതത്തിലും അപ്രകാരം അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരിക്കൽ എലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നു. എന്തെന്ന് ചോദിച്ചാൽ, ഇസബേലിന്റെ വാക്ക് നിമിത്തം അവരെ പോലെ കർമ്മേലിന്റെ നടുവിൽ നീ ചെയ്തതുപോലെ നിന്റെ കഴുത്ത് നിന്ന് തല എടുത്തു മാറ്റും, അവരെ പോലെ ഒരുവനെ പോലെ നിന്നെ ആക്കും എന്ന് പറഞ്ഞ വെല്ലുവിളി നടുവിൽ ഉറച്ചു നിന്ന അധികാരത്തോടെ ദൈവശക്തം മുഴക്കിയ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് പറഞ്ഞ അഭിഷക്തൻ ഇതാ ഓടി ഒളിക്കുക. ചൂരച്ചെടിയുടെ നടിൽ അഭിഷേകത്തിന്റെ നിയോഗമുള്ളവൻ ഇതാ ചൂരച്ചെടിൽ ഓടിയൊളിക്കുക എന്നൊരു ദൂതിനെ വിളിച്ചു പറട്ടെ. നിന്റെ മേൽ ദൈവത്തിന്റെ നിയോഗമുണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ, ദൈവം നിന്നെ മുൻ കണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളുടെ ഓടിയൊളിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഓടിയൊളിക്കുന്ന ഇടത്താവളങ്ങളിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ആഗ്രഹിക്കും. അവിടെ തന്റെ ദൂതനെ അയക്കും, നിന്നെ പോഷിപ്പിക്കുവാൻ, നിന്റെ ശരീരത്തിന് പുഷ്ടി നൽകുവാൻ, ഓരോ ദൈവത്തിന്റെ പർവ്വതമായ ഓരോ പർവ്വതത്തിൽ ഓടുവാൻ ദൈവശക്തി ദൈവം നിനക്ക് അവിടെ പകരുവാൻ ഇടയായി തീരുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നിന്നെ ജീവിപ്പിക്കാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ യിരെമ്യാവ് പോലും ആഗ്രഹിച്ച അനുഭവമുണ്ട്. തന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ കഴിയാത്ത, തന്റെ വാക്കുകൾ അംഗീകരിക്കാൻ കഴിയാത്ത ജനത്തിന് നടുവിൽ താൻ ഒരിക്കൽ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ 2-ാമത്തെ വാക്യം, വഴി സത്രമുള്ളതുപോലെ, അത് വഴിത്താരകൾ നടന്നു പോകുന്ന വ്യക്തികൾക്ക് സത്രമുള്ളതുപോലെ അപ്രകാരം സത്രം കണ്ടാൽ അപ്രകാരം അനുഭവങ്ങളിലേക്ക് ഞാൻ ചെന്ന് പാർക്കാമായിരുന്നു പോലും യിരെമ്യാവ് ചിന്തിച്ചു. ഇടിക്കുവാനും പണിയുവാനും പൊളിക്കുവാനും ആത്മാവിന്റെ നിയോഗം പ്രാപിച്ച ദൈവഭക്തൻ, ദൈവത്തിന്റെ നിയോഗമുള്ള ദൈവഭക്തൻ പോലും ഇതാ വഴിതാ യാത്രക്കാർക്ക് സത്രമുള്ളതുപോലെ അപ്പുറം സത്രങ്ങളിൽ ഞാനൊന്ന് ഒളിക്കാമായിരുന്നു, പാർക്കാമായിരുന്നു എന്ന് അവർ ചിന്തിച്ചു പോകുവാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കണമേ, ദൈവം നിന്റെ മേൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ, ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തികൾ അതാർക്കും മറയ്ക്കുവാൻ കഴിയില്ല. കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും സംവത്സരങ്ങൾ കഴിഞ്ഞാലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീരുക. ഒന്ന്, പ്രശ്നങ്ങളുടെ നടുവിൽ ഇവിടെ ഇതാ ദൈവഭക്തൻ ഓടി ഒളിക്കുവാൻ ആഗ്രഹിക്കുക. തൻ മനസ്സിലായി ഇനി ഓടി ഒളിച്ചിട്ട് കാര്യമില്ല. ഒരു പക്ഷേ ഈ പ്രശ്നത്തെ പഴിചാരാമൻ അബ്ശാലോമിനെ ഒരു പക്ഷേ ശാപവാക്ക് പറയാം.
ഒരുപക്ഷെ ഇതേപോലെ തനിക്കെതിരായി നിന്ന അനുഭവങ്ങളായിരിക്കാം. ശാപവാക്ക് പറഞ്ഞാൽ ഇതിന്ന് ഒരുപക്ഷെ അല്പ വിടുതൽ ഉണ്ടാകും. താൻ ഒരുപക്ഷെ അവിടെ പറയുന്ന ചില വാക്ക് നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. താൻ പറയുക 9-ാമത്തെ വാക്ക് ശ്രദ്ധിക്കണമേ, കർത്താവെ സംഗ്രഹിച്ച് അവരുടെ നാവുകളെ ചീണ്ടിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിർക്കമം കലവും കണ്ടിരിക്കുന്നു. അതിന്റെ 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോട് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകട്ടെ, ദുഷ്ടത അവരുടെ വാസ്ഥലം അവരുടെ ഉള്ളിലും ഉണ്ട് എന്ന് പറഞ്ഞ് ശാപവാക്ക് പറയാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം ഞാൻ ഓർക്കട്ടെ, പ്രശ്നങ്ങളുടെ നടുവിൽ ശപിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും തലമുറയെ ചൊല്ലി ഒരുപക്ഷെ തലമുറയെ ശപിക്കുന്ന അനുഭവങ്ങൾ, ഒരുപക്ഷെ കുടുംബജീവിതത്തിന്റെ അകത്തലങ്ങൾ, ഒരുപക്ഷെ ഭർത്താവിന്റെ ജീവിതത്തിന്റെ ദുശീലങ്ങൾ നിമിത്തം ഒരുപക്ഷെ നീ ശപിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, നീ ശപിക്കുവാൻ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നില്ല. ആ ഭർത്താവിനെ നീ അനുഗ്രഹിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നാളെ അവൻ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. ഒരുപക്ഷെ നീ അതരത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ ശാപവാക്ക് ഒരുപക്ഷെ അവന്റെ ജീവിതത്തെ അനുഗ്രഹം പ്രാപിക്കേണ്ട ചില ദൈവത്തിന്റെ ഹിതങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് പലപ്പോഴും ശാപവാക്ക് നിമിത്തം ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അത് കെടുതികളായി മാറുന്ന അനുഭവം ഉണ്ടാകും. നമ്മുടെ നാവ് അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാവ് ഒരു ജീവചക്രത്തിന് പോലും തീപിടിപ്പാൻ കഴിയും. യാക്കോബ് അപ്പോസ്തലൻ ഇപ്രകാരം അവിടെ 2-3 അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുക. അതിന്റെ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്ക്, കുതിരയെ അധീനമാക്കുവാൻ വായി കടിഞ്ഞാനിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. കപ്പലും അത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയോ എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗവും പശുവും ഇഴജാതിയും ജലജന്തുക്കളും ഇവയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ഒതുക്കുവാൻ ഉള്ളതല്ല. ഇങ്ങനെയെങ്കിൽ നാം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, ഒരുപക്ഷെ പക്ഷികൾ, ഒരുപക്ഷെ നാം പറയുന്ന വാക്കുകൾ അവ ചെയ്യുന്നു, നാം പറയുന്ന പോലെ അവ അനുസരിക്കുന്നു, അവയെ അനുസരിപ്പാൻ കഴിയും. പക്ഷെ മനുഷ്യന് ഇന്ന് അവന്റെ അധരത്തെ കടിഞ്ഞാനിടാൻ കഴിയത്തില്ല. അവന്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകൾ പലപ്പോഴും പലരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ അസ്ത്രം പോലെ ആഞ്ഞു ചെല്ലുന്ന അനുഭവങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ അധരത്തിന്റെ അകത്തളങ്ങളിൽ ശാപവാക്കുകൾ എന്റെ അധരത്തിൽ ഉണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന് വിമോചനം അയപ്പാൻ, വിടുതൽ അയപ്പാൻ കഴിയാതിരിക്കുന്നു. ഇന്ന് പകൽ ചില ശാപവാക്കുകൾ പറഞ്ഞ് ഒരുപക്ഷെ തലമുറയോ അത് കുടുംബത്തിന്റെ അകത്തളങ്ങളിലെയോ ഭാരങ്ങൾ അനുഭവിച്ച് അതേ തലമുറയെ ഇവൻ ഇങ്ങനെ ആയിരുന്നു, ഇവൻ ഇവനെ ആയിരിക്കുന്നു, എന്റെ കുടുംബജീവിതം ഇപ്രകാരമായിരിക്കുന്നു, എന്റെ ഭവനം ഇങ്ങനെയായിരിക്കുന്നു, ഭാരം എന്റെ കുടുംബപരമായി ഈ ശാപത്തിന്റെ അകത്തളങ്ങളായിരിക്കുന്നു എന്ന് സ്വയം പഴിചാരുന്ന ചില വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധന്റെ ആത്മ പറയുന്നു, പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് ശാപവാക്ക് കൊണ്ട് ഒരു പരിഹാരമില്ല. പക്ഷേ ദൈവഭക്തന്റെ ജീവിതത്തിൽ താൻ ഒന്നാമതാക്കി ഒളിച്ചോടുവാൻ, പ്രശ്നത്തിന് ഒളിച്ചോട് താൻ ആഗ്രഹിച്ചു. രണ്ടാമത് തന്നെ ഒരു പക്ഷേ അവിടെ ശാപവാക്കുകൾ പറഞ്ഞ് പ്രശ്നത്തെ പഴിചാരുന്നു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് വ്യക്തമായി തന്റെ ഹൃദയത്തോട് ആത്മാവ് സംസാരിപ്പാൻ ഇടയായിത്തുന്നു. ഇതിന്റെ നടുവ് ദൈവാത്മാവ് ഇടപെട്ടു. ദൈവാത്മാവിന് ഇടപെടുവാൻ തന്റെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കാൻ ഇടയായിത്തീർന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി ഹൃദയങ്ങളെ സമർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ ദൈവശബ്ദം കാതുകളിൽ കേൾക്കുവാനും ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഇടയായിത്തീരും. ഇവിടെ ഇതാ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ താൻ ദൈവത്തിലേക്ക് കണ്ണുപതിക്കുക. താൻ ഉയരത്തിലേക്ക് കണ്ണുപതിച്ചപ്പോൾ ദൈവാത്മാവ് തന്റെ ഉള്ളിൽ പറയുക, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ഒളിച്ചോടുവാനുള്ളവനല്ല, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ശാപവാക്ക് പറഞ്ഞ് പഴിചാരുവാനുള്ളതല്ല. ഞാനോ അതിന്റെ 17-ാമത്തെ വാക്യം 16-17 വാക്യം വായിക്കുമ്പോൾ, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഇതാ ഈ സങ്കീർത്തനത്തിന്റെ പ്രാരംഭ സമയം നാം ശ്രദ്ധിച്ചോ? കർത്താവേ എന്റെ യാചന ശ്രദ്ധിക്കണമേ, ഞാൻ വല്ലാതെ പ്രാണവേദനയിലായിരിക്കുന്നു, മരണവും വിറയിലും എന്നെ ഭയവും എന്നെ മരണഭീതിയും എന്നെ പിടിച്ചിരിക്കുന്നു പറഞ്ഞ ദൈവഭക്തൻ ദൈവത്തിലേക്ക് കണ്ണുപതിക്കപ്പെട്ടപ്പോൾ പ്രശ്നങ്ങളുടെ നടി ഓടിയൊടുക്കുക എന്നുള്ള ഒരു സൊല്യൂഷൻ അല്ല തനിക്ക് ലഭ്യമായത്. ശാപവാക്കിന്റെ അനുഭവമല്ല തനിക്ക് അന്തരത്ത് ദൈവാത്മ സംസാരിച്ചത്. ദൈവാത്മ പറഞ്ഞു, നിന്റെ ഹൃദയം എന്നിലേക്ക് ഉയർത്തുവാൻ ഇടയാകട്ടെ. അവൻ തീരുമാനമെടുക്കുക. എന്താ തീരുമാനം? ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ദൈവത്തിലുള്ള വിശ്വാസം, യഹോവ എന്നെ രക്ഷിക്കും. അടുത്ത വാക്യം ശ്രദ്ധിച്ചു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. നിശ്ചയം എന്റെ പ്രാർത്ഥന അവൻ കേൾക്കും.
എന്റെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി ഉണ്ടാകും എന്ന് അവന്റെ ഉള്ളിൽ ശുഭാപ്തി ഒരു വിശ്വാസം അവന്റെ ഹൃദയത്തിന് അന്തർഭാഗത്ത് വന്നു. ആ ശുഭാപ്തി വിശ്വാസം തന്നിൽ ഭരിപ്പാനിടയായി തീർന്നപ്പോൾ ദൈവഭക്തനോട് ദൈവാത്മാവ് അടുത്ത് പറയുക, അതിന്റെ 22 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇന്ന് പകൽ എന്നെ സേവിക്കുന്ന മാന്യ ശ്രോതാവേ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കാത്ത ദൈവമാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് ദൈവത്തോട് കണ്ണുപതിപ്പാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയുന്നെങ്കിൽ, പ്രൈസലോ, നിന്റെ എല്ലാ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിയുന്ന ദൈവം, പ്രൈസലോ, ഹല്ലേലൂയ, നീ തളർന്നു പോകാതെ നിന്റെ കരങ്ങളിൽ പിടിച്ച് നിന്റെ ക്രിസ്തീയ ജീവിത യാത്ര മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. സൈന്യന്റെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു പറയുവാൻ, വിജയഘോഷം മുഴക്കുവാൻ, നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവഭക്ത, ദൈവം നിനക്ക് അവസരം നൽകുവാൻ ഇടയായിത്തീരും. ദൈവഭക്ത, അതിന്റെ നടുവിൽ നിന്നെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. എന്നെ ശ്രമിക്കുന്ന ദൈവഭക്തന്മാരോട്, ദൈവദാസന്മാരോട്, ചില മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട് ദൈവാത്മ പറയുന്നു, നിന്റെ മേൽ പകർന്നെനിക്ക് അഭിഷേകത്തിന്റെ നടുവിൽ ഒരുപക്ഷെ വെല്ലുവിളി ഉണ്ടായിരിക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിന്റെ നടുവിൽ നിന്നെ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ പ്രതികൂലങ്ങളെ ജയിപ്പാനുള്ള ദൈവശക്തി നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുക. പ്രതികൂലങ്ങളെ ജയിപ്പാനുള്ള അമാനുഷ്യമായ ദൈവകൃപ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുക. ഒരു അധികാരത്തോടെ മുമ്പോട്ട് പോകാൻ ഇടയാകട്ടെ. ദാനിയേലിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ അപ്പനില്ല അമ്മയില്ലാത്ത ഒരു ജീവിതം. 4 എബ്രായ ബാലന്മാർ അത് ആ പ്രവാസാനുഭവങ്ങളിൽ കടന്നു പോകുകയാണ്. ദേശം ആദ്യം തനിക്ക് അനുകൂലമല്ല, രാജാവ് തനിക്ക് അനുകൂലമല്ല, ദേശനിവാസികൾ തനിക്ക് അനുകൂലമല്ല. ഈ അനുഭവങ്ങളുടെ നടുവിൽ താൻ കടന്നു പോകുമ്പോ, ദൈവഭക്തന്മാർ കടന്നു പോകുമ്പോ, അതിന്റെ നടുവിൽ ദാനിയേൽ എന്താ ചെയ്യുന്നറിയാമോ? അകത്തളങ്ങളിൽ യെരൂശലേമിലേക്ക് കിളിവാതിൽ തുറന്നുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുവാനിടയായി തീർന്നു. ആരാധന സംബന്ധമായ വെല്ലുവിളി തനിക്കെതിരെ കടന്നു വന്നു. ആഹാര സംബന്ധമായ വിഷയങ്ങൾ തനിക്കെതിരെ കടന്നു വന്നു. അവരുടെ വിശ്വാസത്തിന്റെ പേര് പോലും മാറ്റി അതിന്റെ നടുവിൽ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിലേക്ക് കണ്ണുപതിപ്പാനിടയായി തീർന്നപ്പോൾ സർവശക്തന്റെ പ്രവൃത്തി രാജാക്കന്മാരുടെ നടുവിൽ അവർ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അവരുടെ നടുവിൽ ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാവേ, പ്രിയ മാതാവേ, പിതാവേ, നീ ദേശത്ത് ഓടിപ്പോകാൻ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പ്രൈസലോ, ഹല്ലേലൂയ. നീ കുടുംബത്തിൽ നിന്ന് ഓടിപ്പോകാൻ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പ്രൈസലോ, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ നീ ഒരു വശം ചിന്തിക്കേണ്ടതായിരിക്കാം, പക്ഷെ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പക്ഷെ നീ ദൈവത്തിലേക്ക് കണ്ണുപതിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രൈസലോ, ബാബേലിന്റെ പ്രവാസത്തിന്റെ അകത്തളങ്ങളിലും ദൈവഭക്തന്മാരെ പരിപോഷിപ്പിച്ചതുപോലെ പ്രവാസനത്തിന്റെ അകത്തളങ്ങളിലും നിന്നെ നിലനിർത്തുവാൻ ദൈവ സർവശക്തനായ ദൈവമാണ്. നിന്റെ അകത്തളങ്ങളിൽ ബന്ധനം ഇല്ലാത്ത പക്ഷം, പുറമേ എത്ര ബന്ധനങ്ങൾ നിനക്ക് കടന്നു വന്നോട്ടെ, ദൈവസന്നിധാനത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്നെങ്കിൽ പുറമെയുള്ള സകല ബന്ധനങ്ങളെയും അഴിപ്പാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ചന്ദ്രക്ക് മേശഭേന്ദ്രഹോഗ് സ്ത്രീയുടെ അകത്തളങ്ങൾ കടന്നു വന്നപ്പോഴും അകത്തളങ്ങൾ വെന്തു പോകാതിരുന്നത് അവരുടെ ഉള്ളിൽ അടിമത്തം കയറിയില്ല. അവരുടെ ഉള്ളിൽ ഉത്തമമായ ബോധ്യമുണ്ട്. തീയുടെ നടുവിൽ ഞങ്ങൾ കെടുന്നിരുന്നാല്, കഴിഞ്ഞ ചില എപ്പിസോഡിൽ ദൈവഭക്തൻ ദൈവാലോചന സംസാരിച്ച പോലെ തീയുടെ ബലത്തെ കെടുത്തിയ വിശ്വാസം പോലെ അവർ തീയുടെ നടുവിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ അത്യന്തമായ ഒരു ദൈവശക്തി അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. 4ാമനായി ദൈവം അവരുടെ ഇടയിൽ കടന്നു വന്നു. അവരുടെ നടുവിൽ ജീവിക്കുന്ന ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഇത് പകൽക്കാലം നീ പാർക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ജോലി ചെയ്യുന്ന അത് സ്ഥാപനത്തിൽ ഒരുപക്ഷെ ഓടിപ്പോകാൻ നീ ആഗ്രഹിക്കാം, ഒരുപക്ഷെ ജോലി വിട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധാനത്തിലായിരിക്കുന്നെങ്കിൽ അതേ മണ്ഡലത്തിൽ, അതേ തലത്തിൽ, അതേ സ്ഥാപനത്തിൽ, അതേ ദേശത്ത് ദൈവം നിന്നെ നിലനിർത്തുവാൻ സർവശക്തനായ ദൈവമാണ്. അതേ മേഖലയിൽ ദൈവം പൂർവാദ്യം ബലത്തോടെ നിന്നെ ശക്തീകരിപ്പാൻ ദൈവം സർവശക്തനാ. പ്രൈസലോ, ഹല്ലേലൂയ. ഫിലിപ്പിയുടെ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ പൗലോസും ശീലാസും ദൈവസന്നിധാനത്തെ അർദ്ധരാത്രി ദൈവത്തെ പാടി മുഖത്ത് കയറ്റുവാൻ ഇടയായിത്തീർന്നു. അവരെ കാലാമത്തിലിട്ട് ബന്ധിക്കപ്പെട്ടവരെ പോലെ ആയിരുന്നെങ്കിലും അവരെ ആദരം ബന്ധിപ്പാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൽ ബന്ധനം വീണില്ല. ഒരുപക്ഷെ ഭൗതിക തലത്തിൽ, ഒരുപക്ഷെ നിന്റെ ശരീരത്തിൽ, ഒരുപക്ഷെ ശാരീരികമായ തലത്തിൽ, ഒരുപക്ഷെ നിന്നെ പിരിമുറുക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ നീ അകപ്പെട്ടിരുന്നാലും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവസന്നിധി നീ കണ്ണുപതിക്കുന്നെങ്കിൽ ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ഈ 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ ഈ വാക്യത്തിന്റെ താക്കോൽ വാക്യമായി ഒരുപക്ഷെ എനിക്കിന്ന് പറയാൻ കഴിയും. കാരണം ചോദിച്ചാൽ ദൈവഭക്തൻ വേദനയോടുന്ന ദൈവഭക്തനോട് ദൈവാത്മാ സംസാരിച്ച ഒരു ആത്മീയ ദൂത, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം
നന്നാ രാവിലെ യജമാനന്റെ നടുവിൽ മുട്ടുകുത്തും. കാരണം ചോദിച്ചാൽ ഒരു ദേശത്തു നിന്ന് മറുദേശത്തേക്ക് പോകുവാൻ അത് യജമാനന് മുട്ടുകുത്തുവാൻ ഇടയായിത്തീരും. ആ സാധനങ്ങൾ അന്യദേശത്ത് കൊണ്ടെത്തിച്ച ശേഷം അവിടെ മുട്ടുകുത്തും. പിന്നീട് കടന്നു വന്ന് യജമാന്റെ മുമ്പിൽ മുട്ടുകുത്തും. കാരണം ചോദിച്ചാൽ സാധനങ്ങൾ ഇറക്കുക, തന്റെ മുകളിലിരിക്കുന്ന ഭാരം ഇറക്കുക, ഒരുപക്ഷെ അടുത്ത ഭാരം മറ്റു സ്ഥലത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടി അത് കയറ്റുവാൻ യജമാനു മുമ്പിൽ താൻ മുട്ടുമടക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവത്തിനു മുമ്പിൽ നിനക്ക് മുട്ടുമടക്കുവാൻ കഴിയുന്നെങ്കിൽ, സർവശക്തനായ ദൈവത്തിനു മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ, സർവശക്തനായ ദൈവം നിന്റെ തോളിൽ, നിന്റെ ഹൃദയത്തിന്റെ അന്തഭാഗത്തിരിക്കുന്ന സകല ഭാരങ്ങളെ ചുമന്ന് അത് മാറ്റി അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നവരുള്ളവരെ എല്ലാവരും എന്റെ അരികിൽ കടന്നു വരുവിൻ എന്ന് പറഞ്ഞ അരിമനാഥൻ നിന്റെ സകല ഭാരങ്ങളെ ചുമക്കുവാൻ ഇന്ന് വൈകിയ സമയത്ത് ഇതാ നിന്റെ ഗൃഹത്തിൽ അവൻ കടന്നു വന്നിരിക്കുക, നിന്റെ കുടുംബത്തിൽ കടന്നു വന്നിരിക്കുക. ഇതാ അവനിലേക്ക് കണ്ണുമതിപ്പന്നിടയാകട്ടെ. ദൈവത്തിലേക്ക് കണ്ണുമതിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകട്ടെ. ഇപ്രകാരം ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം ശ്രമിച്ച, ഈ ദൈവീയ സന്ദേശം ശ്രമിച്ച മാന്യ ശ്രോതാക്കൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് ഈ ചാനലിൽ വീണ്ടും നമുക്ക് കാണപ്പെടുവാൻ ഇടയാകട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ നടുവിൽ നിങ്ങൾ സംരക്ഷകരാകുവാൻ ഇടയാകട്ടെ. ദൈവം അനുവദിച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പുനലൂർ ഷാരോൺ വർഷിപ്പ് സെന്ററിൽ വെച്ച് അനുഗ്രഹപ്രദമായ ആത്മീയ സന്ദേശങ്ങൾ കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ തോമസ് യോഹന്നാൻ, പാസ്റ്റർ ജിജോ യോഹന്നാൻ അവர்கள் നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകമായ പ്രാർത്ഥനകൾ, പ്രത്യേകമായ കൗൺസിലിംഗുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിപ്പാനിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളുടെ അടിമനുകളെ മാറ്റി പ്രതികൂലങ്ങളുടെ നടുവിൽ ജയകരമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു പക്ഷേ രോഗത്താൽ ഇന്ന് പകൽ നീ കിടക്കിലാണോ, ഭാരങ്ങളായി ഇന്ന് പകൽ സന്ധ്യ സമയത്ത് നീ ആയിരിക്കുന്നുവോ, ആ വിഷയങ്ങളിലേക്ക് നിന്റെ ഹൃദയം ദൈവത്തിനെ കണ്ണുയർത്തുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽ വൈകിയ സമയം നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പൊന്നുപാദാന്തി ഞങ്ങൾ അടുത്തു വരുന്നു. ഈ ദൈവജനം കേൾക്കപ്പെട്ടതിന്റെ ജനത്തിനായി സ്തോത്രം. വിധങ്ങളായ ഭാരങ്ങളൂടെ, നിരാശകരമായ അനുഭവങ്ങളിലൂടെ ഇന്ന് സായം സന്ധ്യാസമയത്ത് കൂടാരത്തിന്റെ അകത്തളങ്ങളിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഒരു പിന്നിട്ട ദിവസങ്ങൾ പ്രതികൂലങ്ങളുടെ ദിവസങ്ങളായി ഒരുപക്ഷെ കഴിഞ്ഞുപോയ അനുഭവങ്ങളായേക്കാം. നാളെ പറ്റി എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. ഭാവിയെ പറ്റി നിരാശപ്പെടുന്ന അനുഭവങ്ങളായിരിക്കാം. തലമുറകളിട്ട് ഭാരപ്പെടുന്ന അനുഭവങ്ങളായിരിക്കാം. എന്നാൽ സർവശക്തന്റെ കരം ഈ ജനത്തിനുമേൽ ഇന്ന് പകൽ നീട്ടി അവരുടെ ഭാരങ്ങളെ എടുത്തു മാറ്റി ദൈവത്തിന്റെ അചഞ്ചലമായ ദൈവ ശക്തി അവരുടെ മേൽ പകർന്ന് അഭിഷേകത്തിന്റെ പുതിയ നിയോഗത്തോടെ കുതിച്ചുയരുന്ന ദൈവപ്രവൃത്തിയായി ഈ ദിവസം വെളിപ്പെടുവാൻ ദൈവരെ ഒരുക്കിയെടുക്കുമാറാകണമേ. അവരുടെ രോഗശക്തികളെ മാറ്റണമേ. കടഭാരങ്ങളുമേ ദൈവ വിടുതൽ അയക്കേണ്ട വിഷയങ്ങളുമേൽ വിടുതൽ അയക്കണമേ. കുടുംബ സംബന്ധമായി അതിന്റെ ഭാരങ്ങൾ അനുഭവിക്കേണ്ട വ്യക്തികൾ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെയും ദൈവീയ അത്ഭുതത്തിന്റെ വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാ ചെയ്ത് നിന്റെ ജനത്തെ ദൈവം ആദരിക്കണമേ. സർവശക്തന്റെ വിടുതന്റെ കരം ഈ ദിവസങ്ങളിന്മേൽ ഈ ജനത്തിന്മേൽ വെളിപ്പെടുത്തി ചില സൗഖ്യത്തിന്റെ വിടുതൽ ശബ്ദം അടുത്ത ദിവസങ്ങൾ കാതുകളിൽ കേൾപ്പാൻ സർവശക്തനായ ദൈവം അവസരമൊരുക്കാൻ പോകുന്നതിനായ സ്തോത്രം. സകല മാനും മഹത്വമുള്ള യേശു കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കാണുന്നവരെ ഇമ്മാനുവിന്റെ ചിറവിന്റെ നടുവിൽ നാം സംരക്ഷകരാകട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.